അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ആയത്തുകൾ സൂറത്തുൽ ബഖറയുടെ 183 മുതൽ അങ്ങോട്ടുള്ള 5 ആയത്തുകൾ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അതിന്റെ ഇടയിൽ ആ ആയത്തുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന്റെ മഹത്വം പറയുമ്പോൾ ഫഇന്നി ഖരീബുൻ യുജീബു ദഅവത ദാഇ ഇദാ ദഅാനി, ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ടെന്ന്, അവരുടെ ദുആഇന്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ അവരുടെ കൂടെയുണ്ടെന്ന് പറയുക നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നോമ്പിന്റെ ആയത്തുകൾ കഴിഞ്ഞിട്ടാണ് ഈ ആയത്ത് പറയുന്നതെങ്കിൽ ഓക്കെ, നോമ്പിന്റെ വിഷയം കഴിഞ്ഞു, ഇപ്പോൾ ദുആഇന്റെ വിഷയം തുടങ്ങി, മറ്റൊരു വിഷയം തുടങ്ങിയെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ അങ്ങനെയല്ല, നോമ്പിന്റെ ആയത്തുകൾക്കിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, വിശുദ്ധമായ റമളാൻ നോമ്പിന്റെ മാസമായതുപോലെ വിശുദ്ധമായ റമളാൻ ഖുർആനിന്റെ മാസമായതുപോലെ വിശുദ്ധമായ റമളാൻ പ്രാർത്ഥനയുടെ മാസമാണ്.